എല്ലാവർക്കും നമസ്കാരം. പ്രിയരെ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിലെ വഴുത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ജോൺ അമ്പാട്ടിയാരനാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എന്താ വിശേഷമൊക്കെ? സുഖമായിട്ട് പോകുന്നു. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയമൊക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ കേരളത്തിൽ നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഏതാണല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. അതെ, പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഈ ആഴ്ച തിളങ്ങി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇപ്പോൾ അടുത്ത ആഴ്ച വരെ എന്തൊക്കെയാണ് വരുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. ശബരിമലയിലെ സ്വത്ത്, നമ്മളെല്ലാം വൈകാരികമായി കാണുന്ന സ്വത്ത്, ആ സ്വത്ത് കവർന്നെടുത്തതിൻ്റെ വിവരങ്ങൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കവർച്ച കേരള സമൂഹത്തിന് മുഴുവൻ ഒരു വേദനയായി നിൽക്കുമ്പോഴാണ് ആ വിഷയത്തിൽ നിന്നും തടിതപ്പാനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MLA-ക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു സംഭവം സന്ദർശിക്കാൻ പോയാൽ ഉണ്ടാകുന്ന അനുഭവം ഇതാണെങ്കിൽ ഇത് കാട്ടുനീതി എന്നല്ലാതെ എന്തു പറയാനാ? വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇവരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായേക്കുന്നത്. അല്ല, വിശ്വാസത്തെ ഹനിക്കാന്ന് പറയും, ഇവർക്ക് വിശ്വാസമില്ലല്ലോ. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഈ പോറ്റിമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിൽ നിന്നുള്ള അല്ല അമ്പലത്തിൽ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണല്ലോ വിഷയനത്. അപ്പോൾ അത് അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത് വെളിയിൽ നിന്നുള്ള ആൾക്കാർ ആരുമല്ല. അത് കൊണ്ടുപോയിരിക്കുന്നത് ഈ അമ്പലവും അമ്പലവാസികളും അതുപോലെ തന്നെ അതിൻ്റെ ഭരണസമിതിയും അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായത് കൊണ്ടുപോയത്. ശബരിമല അയ്യപ്പനെ മറയാക്കി നടന്നത് വൻ തട്ടിപ്പുകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൂജ പങ്കെടുത്തവരിൽ നടൻ ജയറാമും വീരമണി രാജുവും. അപ്പോൾ അതുകൊണ്ട് അവരൊരു വിശ്വാസമുള്ളവരാണ്. തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അവരാരും വിശ്വാസികളല്ല. വിശ്വാസികളല്ലാത്ത അവിശ്വാസികളായിട്ടുള്ള കള്ളന്മാരെ പോറ്റിയുടെ പൂജ പങ്കെടുത്തവരിൽ നടൻ ജയറാമും വീരമണി രാജുവും. ക്ഷേത്രത്തിൻ്റെ ഒക്കെ ഭരണസമിതിയിലും അവിടുത്തെ പൂജയ്ക്കും അവിടുത്തെ തന്ത്രവിദ്യകൾക്കും എല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഈ സംഭവം കൊണ്ട് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയൊരു സംഭവമല്ല. 2019 ആണ് ഈ പറയുന്ന വിജയ മല്യ അയാൾ ഈ ഇതിന് വേണ്ടിയിട്ട് എന്താ ദ്വാരക പളകയോ അങ്ങനെയാണ്ട് അതിന് വേണ്ടിയിട്ട് 40 കിലോ സ്വർണം കൊടുത്തു എന്നാണ് പറയുന്നത്. മല്യ ഇത് കൊടുത്തു. സ്വർണം കൊണ്ട് ഈ ഭരണക്കാരും ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ വീട്ടിൽ പോയി. അപ്പോൾ ഇതുപോലെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. ആരാണ് നമ്പർ 1 പറഞ്ഞത്? നമ്മുടെ ഈ ഗവൺമെന്റ് അല്ലേ പറഞ്ഞിട്ടുള്ളത്, വേറെ ആരും പറഞ്ഞിട്ടില്ല. അലിബാബ വിജയന് 20 കള്ളന്മാരുമാണ് ഇപ്പം കേരളം ഭരിക്കുന്നത്. അവരെ മുഖം മിനുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ നമ്പർ 1 എന്നുള്ള ഒരു പേര്. സ്റ്റേറ്റ് ഗവൺമെന്റ് വെറും ലോ. ഇത് ഒള്ളി ഷോയാണ്, ഒള്ളി ഷോ, തള്ളലും മാത്രം, വെറും തള്ള. അത് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ടത് കൊണ്ട് ഇപ്പോൾ കുറേയെങ്കിലും കാര്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ അത് അന്വേഷിച്ച് കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആനവാതിൽ വരെ ഇളക്കിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത്. വാതിൽ കട്ടിലയും അതുപോലെ തന്നെ പിന്നീട് അന്വേഷിച്ചപ്പോൾ ജനലും ഒക്കെ കൊണ്ടുപോയത്. സ്വർണ്ണം എവിടെയെല്ലാം ഉണ്ടായോ. എന്തൊരവസ്ഥയല്ലേ. അതിപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു അവസ്ഥ അങ്ങനെ ആയി മാറിയിട്ടുണ്ട്. ആനവാതിൽ എന്ന് പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട അവിടുത്തെ കട്ടിലെല്ലാം സ്വർണം പൊതിഞ്ഞ് വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് അഴിച്ചുകൊണ്ട് പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പൂജ പങ്കെടുത്തവരിൽ നടൻ ജയറാമും വീരമണി രാജുവും. എങ്ങനെ വിശ്വസിക്കും? നീ പറഞ്ഞു മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം. ഈ ഒരു വിവാദം വരുന്നവരെ എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് തോന്നിയിട്ടേ ഇല്ല. ഇതൊക്കെ എന്തായത് സാറേ? എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. പക്ഷെ അതേ എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കാറുണ്ട്. ആട പൂജിക്കാൻ അതിന് വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, എന്നെ എന്തിനാ വിളിക്കാൻ ചോദിക്കുമ്പോഴും നിങ്ങൾ അത്ര നല്ലൊരു അയ്യപ്പ ഭക്തനായതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നീട് വന്നപ്പോൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ജനൽ കൊണ്ടുപോയി. ചുരുക്കം പറഞ്ഞാൽ അവിടെ സ്വർണ്ണവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ
ഐറ്റങ്ങളും അഴിച്ച് പോറ്റിയുടെ ചിങ്കിടികളും പോറ്റി അവിടെ വെച്ച അവിടുത്തെ ഭരണക്കാരും മുൻ ഭരണക്കാരും എല്ലാം ഉൾപ്പെടെ ഇത് സാധനം കൊണ്ടുപോയി. തീർന്നില്ല. ശബരിമലയിലെ നെയ്ത്തേങ്ങ വഴിപാടിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്രമക്കേട് പുറത്തുവന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഞാൻ വന്നു. എന്റെ സ്വപ്നത്തിൽ തോന്നിച്ചു നിങ്ങൾ തന്നെ വന്ന് അതിന് പൂജ ചെയ്യണം അയ്യപ്പനെ. ഞാൻ പറഞ്ഞു മഹാഭാഗ്യാണ്, അയ്യപ്പനായിരിക്കും തോന്നിച്ചതെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. എന്തിട്ട് മണ്ടനാ ഇതൊരു ചെറിയ സംഭവമായിട്ട് കാണാൻ പറ്റില്ല. ഇത് വർഷങ്ങളായിട്ട് അവിടെ നടക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. അതിപ്പോൾ ഈ ആഴ്ച ഒരു 8-10 ദിവസം അതിങ്ങനെ ലൈവായി നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സംഭവം കേരളത്തിൽ കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കിട്ടിയപ്പോൾ ആൾക്കാരും ഒക്കെ പറയുമായിരുന്നു. അതിന് അതിന് തൊട്ടടുത്ത ദിവസം വന്ന സംഭവമാണ് ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ഇപ്പോൾ അടുത്ത ആഴ്ച വേറെ വരും. അപ്പോൾ ജനം ഇതെല്ലാം മടുക്കും, മറന്നു പോകും. അത് കഴിയുമ്പോഴത്തേക്കും ഈ എന്നെ കൊണ്ടുപോയ കള്ളന്മാരും ഇവരൊക്കെ രക്ഷപ്പെടും. ജനത്തെ മറച്ചു വയ്ക്കണം എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കും. അത് രാഷ്ട്രീയക്കാരും കള്ളന്മാരെല്ലാം തന്ത്രപരമായിട്ട് ഓരോന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ എന്തായത് സാറേ? എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. പക്ഷെ അദ്ദേഹം എല്ലാ കാര്യത്തിലും എന്നെ വിളിക്കാറുണ്ട്. പൂജിക്കാൻ അതിന് വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് എന്നെ എന്തിനാ വിളിക്കും ചോദിക്കുമ്പോഴും നിങ്ങൾ അത്ര നല്ലൊരു അയ്യപ്പ ഭക്തനായതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പം ഈ അമ്പലത്തിലെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഇവിടെ ഒരു ഭരണസമിതി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരുന്ന വരവും അതുപോലെ തന്നെയുള്ള അവിടെ സ്വർണം, വെള്ളി ഇതുപോലെയുള്ളതൊക്കെ വിശ്വാസികൾ കൊടുക്കുന്ന നേർച്ചയാണല്ലോ. അവർ കൊടുക്കുന്ന ഒരു കാണിക്കല്ലേ അത്. അപ്പോൾ അത് അവിടെ ആര് കൊടുത്താലും കൊടുക്കുന്നത് രജിസ്റ്ററിൽ വരവ് വയ്ക്കുകയും അത് പ്രത്യേകമായി സൂക്ഷിക്കുകയും ചെയ്യാൻ പ്രത്യേക കസ്റ്റോഡിയൻ അവിടെ ഉണ്ടാകണം. ഇതവിടെ ഒന്നുമില്ല. ആര് കൊടുത്തു, എത്ര കൊടുത്തു എന്നുള്ളതിന് യാതൊരു കണക്കുമില്ല. പോലീസ് പറഞ്ഞത് ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് SP ആദ്യം പറഞ്ഞത്. പിന്നീട് ദൃശ്യങ്ങൾ വന്നപ്പോൾ പോലീസ് അത് ലാത്തി കൊണ്ട് അടിക്കുന്നതുണ്ട്. പോലീസ് അങ്ങനെ ഒരു അല്ല, ഞാൻ പറഞ്ഞത് അത് പ്രിവിലേജാണ്. ഒരു MP-ക്കെതിരെ പോലീസ് ചെയ്തു പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാനിപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കണക്കെഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഒരു MP-ക്കെതിരെ ഇങ്ങനെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയുക, എന്ത് ഭീകരമായിട്ട് ആക്രമിച്ചിരിക്കുന്നു. 3 മണിക്കൂറാണ് ശസ്ത്രക്രിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും കണക്കിൽപ്പെടാതെ പോകുന്ന കാര്യമായിരിക്കില്ല എന്ന് ആ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം. ആ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഇത്തരം ചെയ്തു ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെല്ലാം മനസ്സിലാക്കും. ശബരിമലയിലെ കാര്യത്തിലും അങ്ങനെയല്ല, അവരൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ വന്നത് വിളിച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, വേറെ ആൾക്കാർ ഉത്തരവാദിത്വം. ഇനിയിപ്പോൾ ഇത് പറയാൻ വേണ്ടി ഇപ്പോൾ ഇതായിരിക്കും. ഇതൊക്കെ ഈ തട്ടിപ്പൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ഇവിടുന്ന് ഇപ്പോൾ പത്രക്കാരൊക്കെ എഴുതി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാൻ തോന്നും. കാരണം ഇപ്പോൾ ഇവിടുന്ന് പിന്നെ ചെമ്പാണ് കൊടുത്തു വിട്ടതെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ചെമ്പ് പിന്നെ സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തു വിട്ടെന്നാണല്ലോ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് സ്വർണ്ണമായിരുന്നല്ലോ. ഇവിടുന്ന് കൊടുത്തു വിടുന്നത് സ്വർണ്ണമായിരുന്നു, അവിടെ ചെല്ലുമ്പോൾ ചെമ്പാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ എത്രയോ ആസൂത്രിതമായിട്ടുള്ള ഒരു കളവാണ് ഇവിടെ നടത്തിയത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കള്ളന്മാരെന്ന് പറയുന്നത് ചമ്പൽക്കാട്ടിലെ കള്ളന്മാരാണ്. ഏറ്റവും വലിയ കള്ളന്മാരെന്നു അവർ ഈ സംഭവം കേട്ടിട്ട് അവർ വല്ലാതെ വിഷമിച്ചു പോയെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നുമോനെ. അവരുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇതുപോലൊരു കളവ് നടത്താൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ചമ്പൽക്കാട്ടിലെ ചമ്പൽക്കള്ളന്മാരെന്ന് പറയുന്ന അവരൊരിക്കലും ഈ അമ്പലങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ഒന്നും മുതൽ അവർ കെട്ടടിക്കുകയല്ലെന്ന് അവർ പറയുന്നു. അവരുമായിട്ട് ബന്ധപ്പെട്ടവരാണ് പറയുന്നത്. അവരവരുടെ ഗ്രാമങ്ങളിലുള്ള അമ്പലങ്ങളും ക്ഷേത്രങ്ങളൊക്കെ അവർ സംരക്ഷിക്കുക. അവർ വിശ്വാസികളാണ്. തിരട്ട് ഗ്രാമത്തിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ തിരട്ട് ഗ്രാമത്തിൽ നിന്നാണ് കള്ളന്മാർ വന്നിരിക്കുന്നത്. അവരും ഇതുപോലെ കൊണ്ടുപോയില്ല. അവരേതെങ്കിലും വീട് കയറി പണവും എന്തെങ്കിലുമൊക്കെ കിട്ടി അവർ കൊണ്ടുപോകും. ഇത് ഭയങ്കര സംഭവമല്ലേ ഇത്. ഇങ്ങനെ ശബരിമല ഇപ്പോൾ ലോകത്തിൽ പിന്നെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ലല്ലോ, കേരളത്തിന് വെളിയിലുള്ള തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ ഉള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു വിദേശത്തുനിന്ന് പോലും ശബരിമലയിൽ ഈ പിന്നെ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ വരുന്നുണ്ട്, വ്രതം എടുത്ത് വരുന്നവരാണ്. അപ്പോൾ അവർ വരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പണമായിട്ടും സ്വർണമായിട്ടും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല ശതമാനം
ഈ കള്ളന്മാർ അടിച്ചുകൊണ്ട് പോകും. ഇതാണ് അവിടെ ഈ പറയുന്ന റേറ്റ് ഒന്നും ആയിരിക്കില്ല അല്ലേ? ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് അവിടെ കാണിക്കയായിട്ട് എന്തായാലും നല്ല രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിന്റെ അവിടെ കാണാൻ സാധ്യതയുണ്ട്. അവിടെ ഈ ഉത്സവം നടക്കുന്ന അവസരങ്ങളിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ 1 കോടി രൂപ അവിടെ പൈസയായിട്ട് വരുമാനം ഉണ്ടെന്നാണ്. അത് ധനലക്ഷ്മി ബാങ്കും ഒക്കെ ആയിട്ട് ആണ് അവരാണ് അത് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഗോൾഡുമായിട്ട് കിട്ടുന്നുണ്ട്. ആ ഗോൾഡുമായിട്ട് കിട്ടുന്നത് ഇപ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ട്. അതിനൊന്നും കണക്കില്ലല്ലോ. അതെല്ലാം ഇവന്മാർ സൂത്രത്തിൽ അടിച്ചുകൊണ്ട് പോകും. ഈ വിശ്വാസികൾ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ഏതോ ഒരു ആൾ അവിടെ ഒരു ഓടക്കുള്ളുണ്ടാക്കി കൊടുത്തു, സ്വർണം കൊണ്ട് ഒരു ഓടക്കുള്ളുണ്ടാക്കി അത് അവർ കൊടുത്തു. അത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഓടക്കുള്ളിൽ കണ്ടിട്ടില്ല. 2 കാര്യങ്ങളാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. 2023 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചതായിട്ട് കാണുന്നത്. ഇതിപ്പോൾ 2025 നമ്മൾ നിൽക്കുന്നത്. കേരളത്തിലൊരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞു പോലും അത് അറിഞ്ഞിട്ടില്ല. എത്ര രഹസ്യമായിട്ടാണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കോൺഗ്രസിൻ്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിനോ നോട്ടീസ് അയച്ചാൽ ED തന്നെ അത് പത്രപരസ്യം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും. പിന്നെ ചോദ്യം ചെയ്യലായി, അറസ്റ്റ് ചെയ്യലായി, കേസൊന്നും ഉണ്ടാവണ്ട. ഇപ്പോൾ സഞ്ജയ് റാവത്തിനൊക്കെ അറസ്റ്റ് ചെയ്ത് നാഷണൽ ഹെറാൾഡ് കേസിൽ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചിട്ടില്ല. 6-7 ദിവസം നീണ്ടുന്ന ചോദ്യം ചെയ്യലാണ് എല്ലാവർക്കും. ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ, ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും ED ഒരു നോട്ടീസ് അയച്ചാൽ അത് രാജ്യവ്യാപകമായി പ്രസിദ്ധീകരിക്കും. ചോദ്യം ചെയ്യലുണ്ടാകും. ഒരു പ്രാവശ്യം ചോദ്യം ചെയ്യലുണ്ടായിട്ട് പോയില്ല എന്ന് പറഞ്ഞു. പിന്നെ ചോദ്യം ചെയ്യലുണ്ടായോ? ഇതിന് സമാധാനം പറയേണ്ടത് ED ആണ്. ഈ കേസ് തീർത്തോ? അതല്ല, നടക്കുന്നുണ്ടോ? ഒരു പ്രാവശ്യം ഹാജരാവാത്ത ആള് പിന്നീട് എന്തുകൊണ്ട് ഹാജരായില്ല? വിളിച്ചില്ലേ? ഇത്തരം ചോദ്യങ്ങൾ മറുപടി കിട്ടേണ്ട ചോദ്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. ആ ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞേ മതിയാകൂ. ഒരു സ്വർണം കൊണ്ടൊരു മണി ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത് വേറൊരുത്തൻ. അതൊന്നും അവിടെ ഇല്ല. അപ്പോൾ അതുപോലെ എത്ര സാധനങ്ങൾ ഇപ്പോൾ ഇത് പണ്ടെടുത്തും പറഞ്ഞില്ല. ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പൊട്ടന്മാരാണല്ലോ. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഭഗവാൻ എന്തിനാണ് ഈ പറയുന്ന സ്വർണവും പണവും എന്തിനാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഇവർക്കറിയാം, ഈ പോറ്റുമാർക്കറിയാം. ഭഗവാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഇത് അടിച്ചെടുത്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഈ കള്ളന്മാരെ ഇത് കൊണ്ടുവന്നത്. പക്ഷേ വിശ്വാസി നേരെ തിരിച്ചാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മുറിവേറ്റിരിക്കുക ഈ പല കാര്യത്തിലും. അവന് മാരകമായ അസുഖം വന്ന് കിടക്കുന്നു. അതുപോലെ തന്നെ കുടുംബകലഹങ്ങളുണ്ടായി കിടക്കുന്നു. ബിസിനസ് പരാജയപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ വിദേശത്ത് ജോലി മക്കൾക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ 100 തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് അവർ കുഴഞ്ഞു കിടക്കുക. അപ്പോൾ അവർ വിശ്വസിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭഗവാൻ കൊണ്ടുപോയി അല്ലെങ്കിൽ പള്ളികൾക്കൊക്കെ കൊണ്ടുപോയി കൂടുതൽ നേർച്ച കാഴ്ചകൾ കൊടുക്കുമ്പോൾ ഭഗവാൻ നമ്മളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കും. എത്ര കൂടുതൽ കൊടുക്കുന്നു അതനുസരിച്ച് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ഈ പൊട്ടന്മാർ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് ഇവർക്ക് വലിയൊരു സൗകര്യമാണ്. ഈ കിട്ടുന്നത് മുഴുവനും ഇവരും പറഞ്ഞ് പ്രേരിപ്പിച്ച് കൊടുക്കും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അനേക പോറ്റിമാർ ഇടക്കാരന്മാരായിട്ട് ഇതിനകത്തുണ്ട്, ബ്രോക്കർമാരായിട്ട്. അവരവിടെ ഇവിടെയൊക്കെ പോയി ഇവരോട് പറഞ്ഞു കൊടുക്കും, സംഗതി കുഴപ്പത്തിലായി, അതുകൊണ്ട് ഒരു 1/2 കിലോ സ്വർണം ഈ പാർട്ടിയുടെ ഏക്കം അനുസരിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും അവർ. ഓടക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു കിണ്ടി, അതല്ലെങ്കിൽ സ്വർണം കൊണ്ടുള്ള ഒരു ഉരുളി ഇങ്ങനെയൊക്കെ കാഴ്ച അതൊക്കെ അവരതിൻ്റേതായ മട്ടത്തിനൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ വിശ്വാസികളെ വിരട്ടും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇച്ചിരി ത്യാഗം സഹിച്ചാലും പണം കൊടുക്കാനും വേണ്ടിയല്ല, അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, കൂടുതൽ അനുഗ്രഹം നമുക്ക് കിട്ടുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. അവരത് കൊണ്ട് ഈ കാഴ്ച വെച്ച് പോയി കഴിയുമ്പോൾ ഇവന്മാരത് എടുത്തുകൊണ്ട് വീട്ടിൽ പോകും. ഇതിനെ കണക്കും കുറച്ചൊന്നുമില്ലോ. എന്നിട്ട് ഇവർ വീതം വെച്ചെടുക്കുന്നു. ഇതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ശബരിമലയിലെ വെയിങ്ങിൻ്റെ ഒരു മെഷർമെൻറ്റ് അത് കമ്പ്യൂട്ടർ രജിസ്റ്റേർഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തമൊക്കെ ഉണ്ടായിരുന്നില്ലേ? അല്ല, അതെല്ലാം കാണും. വെയിങ് മെഷീനൊക്കെ ഇപ്പോഴവിടെ കാണും. അതൊക്കെ നേരത്തെ. പക്ഷേ അങ്ങോട്ടൊന്നും വെയിങ് മെഷീൻ എടുത്തോടൊന്നും ഈ സാധനം കൊണ്ടുപോയല്ലോ. അവിടെ ഈ സ്വർണം അല്ലെങ്കിൽ പിന്നെ വെള്ളി വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടു കൊടുക്കുന്നത് അതൊന്നും ഈ വെയിങ് മെഷീൻ എടുത്തോട്ടോ അതൊന്നും അവിടെയൊന്നും ചെല്ലുകയല്ലോ. ഇതൊക്കെ പുറകെ അടിച്ചുകൊണ്ട് പോകുന്നു. അതിനുള്ള വലിയ കൊള്ള സംഘം അവിടെ ഉണ്ടെന്നേ. അതിലെല്ലാം ഭരണസമിതി കൂടാതെ ഇത് പറ്റിയല്ലോ. ഇന്നലെ ഇപ്പോൾ ഭരണസമിതിയിൽപ്പെട്ട 12 പേരോ 10 പേരോ 2.5 പേരിലൊക്കെ കേസെടുത്തിട്ടുണ്ട്. കേസുമൊക്കെ ഇപ്പോൾ കോടതി ഇടപെട്ടത് കൊണ്ടല്ലേ ഇപ്പോൾ ഇത്രയും സംഭവമൊക്കെ അവിടെ ഉണ്ടായത്. ഇല്ലെങ്കിൽ അതിന് മുമ്പേ ഇതൊക്കെ പോയനായിരുന്നു. അതിപ്പോൾ ഈ ഒരു ഭരണസമിതിയുടെ മാത്രമല്ല, കഴിഞ്ഞ ഭരണസമിതി ഇരിക്കുന്ന കാലത്തും
ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവരുടെ അന്നക്കാലത്ത് പിന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ, ദേവസ്വം ബോർഡിൻ്റെ ഭരണക്കാരവിടെ ഉണ്ടായിരുന്നല്ലോ. അത് ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴും ഭരണക്കാരവിടെ ഉണ്ടാവും, അവരെ തീരുമാനിക്കുന്ന ഭരണക്കാരായിരിക്കും. ഇത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രമല്ല, കേരളത്തിലെ മറ്റെല്ലാ ദേവസ്വം ബോർഡിലും കീഴിലും ഇതുപോലെ വലിയ കൊള്ള നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള പല ക്ഷേത്രങ്ങളിലും കോടികളുടെ ഇടപാടുകൾ സെയിം കേസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു വലിയൊരു അതിശയമായിട്ട് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല, കളവ് ഒരുപാട് വർഷങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് മാത്രം പറയേണ്ട കാര്യമാണ്. കേരളത്തിലിപ്പോൾ ബാങ്കുകൾ മുഴുവൻ കൊള്ളടിച്ചുകൊണ്ട് പോയില്ല. ഏതെങ്കിലും ബാങ്കുകൾ ഇപ്പോൾ ഉണ്ടോ? ഈ നാഷണലിസ്റ്റ് ബാങ്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കൺട്രോളൊക്കെ പോകുന്നുണ്ട്. ബാക്കി സഹകരണ മേഖലയിലുള്ള ബാങ്കുകൾ മുഴുവൻ കൊള്ളടിച്ചുകൊണ്ട് പോയല്ലോ. തൃശ്ശൂരോ അതുപോലെ തന്നെ എത്രയോ സ്ഥലങ്ങളിലാണ് സഹകരണ ബാങ്ക് നിക്ഷേപകർ അവിടെ കൊണ്ടിട്ട പൈസ മുഴുവനും അവർ പെണ്ണിനെ കെട്ടിക്കാനും അതുപോലെ തന്നെ വസ്തു മേടിക്കാനും ഒക്കെ ആയിട്ട് തന്നെ അല്പം സ്വല്പം പൈസ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് ബാങ്കിലിട്ടിരുന്നു. അതെല്ലാം പോയില്ലേ? ആരോട് ചോദിക്കാൻ? അതിലേക്ക് എല്ലാം തകർന്ന് തരിപ്പണമായി. അവരെല്ലാം നിരാശരായി മടങ്ങി പോകാമെന്നുള്ളതല്ലാതെ അതിനകത്തുനിന്ന് ഒരു പൈസ കിട്ടാവുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല. അപ്പോൾ ഈ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം വാസ്തവം പറഞ്ഞാൽ പോറ്റിയുടെ ചരിത്രം കേട്ടിട്ട് ഇരിക്കേണ്ട ചിരി വരിക. കാരണം പോറ്റി അവിടെ എങ്ങാണ്ട് പഴയ കാലത്ത് ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടെന്ന ആളെന്നാണ് പറഞ്ഞത് പോറ്റി. ആ പോറ്റി എങ്ങനെ അവിടെ പറഞ്ഞത്? അയാൾക്ക് പൂരിയോ അല്ല മറ്റു കർമ്മങ്ങളൊന്നും അറിയാവുന്നൊരു പോറ്റിയല്ല. ആരോ ഇയാളെ പിടിച്ചുകൊണ്ടുവന്ന് ഈ കള്ളത്തരത്തിൽ കൊണ്ടുവന്ന് ഇവനെ കൊണ്ട് ഇത് അടിച്ചു മാറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അയാൾ പിന്നെ ഈ സാധനം എടുത്തുകൊണ്ട് പോയ വഴി മുഴുവനും ഒരുപാട് ആൾക്കാരുടെ അടുത്തുള്ള ഇയാൾ ഇത് കൊണ്ട് വെച്ചു. 25 ലക്ഷവും 10 ലക്ഷവും 5 ലക്ഷവും ഒക്കെ അവരുടെ ഇതനുസരിച്ച് ഇയാൾ മേടിച്ചു. ജയറാമിൻ്റെ അടുത്തുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അടുത്തൂടെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ബാംഗ്ലൂരും അതുപോലെ ഈ പോയ വഴിക്ക് വേറെ ഇപ്പോൾ കേരളത്തിൽ തന്നെ വലിയ വലിയ മഹാന്മാരുടെയൊക്കെ വീടുകളിൽ ഇതൊക്കെ വിശ്വാസം ആൾക്കാർക്കുണ്ട്. ഇപ്പോൾ പറഞ്ഞ് ഞാനിപ്പോൾ പിന്നെ ഭഗവാനെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു 15 മിനിറ്റ് അവിടെ വയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ പിന്നെ പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാർ ഇതെല്ലാം അങ്ങ് അന്ധമായിട്ട് വിശ്വസിച്ച് പോവുക. അപ്പോൾ ശബരിമല എന്നുള്ള പിന്നെ ഈ ദ്വാരപലക അവിടെ കൊണ്ടുപോയി വെച്ചാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, ഭയങ്കര പുണ്യം ഞങ്ങൾക്ക് കിട്ടും, പിന്നെ ഞങ്ങളെ ആർക്കും തൊടാൻ പറ്റില്ല എന്നുള്ള ഇതിൽ വിശ്വസിച്ചിരിക്കുക. അപ്പോൾ ഈ പലക കയറ്റി 15 മിനിറ്റ് അവിടെ വെച്ചു, അല്ലെ അവിടെ നിന്നുള്ള ഏതെങ്കിലും ഒരു ഓടക്കുള്ളിൽ കൊണ്ടുപോയി അവിടെ ഇത് ചാരി വെച്ചു. ഇതൊക്കെ വലിയ ഭയങ്കര സംഭവമല്ലേ? അപ്പോൾ അതിന് ഇത്ര ലക്ഷം രൂപ വേണം എന്ന് പോറ്റി പറഞ്ഞാൽ മറ്റൊന്നും നോക്കിയല്ല, പോറ്റിക്ക് ഇത് കൊണ്ടു കൊടുക്കും. അത്തരത്തിൽ പോറ്റി ഇവിടുന്ന് ബാംഗ്ലൂരിൽ ചെന്ന സമയത്തിൽ എവിടെയെല്ലാം ഇത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ എന്ന് ഒന്നും ആർക്കും അറിയാൻ പറ്റില്ല. ഏതെങ്കിലും വീട്ടിൽ ചെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ജയറാമിൻ്റെ കേസല്ലേ പറയുന്നുള്ളൂ. എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. പക്ഷെ അതേ എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കാറുണ്ട്. പൂജിക്ക അതിന് വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, എന്നെ എന്തിനാ വിളിക്കാൻ ചോദിക്കുമ്പോഴും നിങ്ങൾ അത്ര നല്ലൊരു അയ്യപ്പ ഭക്തനായതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്താ ഇത്? ജയറാം അത് ഏതോ തരത്തിൽ ആരും അറിഞ്ഞു ചോദിച്ചു കഴിഞ്ഞപ്പോൾ സംഭവം ശരിയാണ്. പൈസയൊന്നും കൊടുത്തിട്ട് പുള്ളി പറയുന്നില്ല. പൈസ കൊടുക്കാതെ ഏതെങ്കിലും കാര്യം നടക്കിയാലെന്ന് ഉറപ്പാണ്. പോറ്റിക്ക് വേറെ വല്ല പണിയുണ്ടോ? ജയറാം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ക്യാഷ് മേടിച്ചില്ല എന്നൊരു കാര്യം അത് നമുക്ക് വിശ്വസിക്കാനായിട്ട് പ്രയാസമുണ്ട്. അല്ലാതെ പോറ്റി എവിടെയൊക്കെ കയറ്റി ഇത് വെച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം കാശ് മേടിക്കുക അല്ലേ? പോറ്റിക്കാലും സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ള പോറ്റി അല്ലല്ലോ. പോറ്റി ഈ പണിയെടുക്കുന്ന സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ല, അത് പോറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോറ്റിയെ ഞാൻ നിരീക്ഷിച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. ഈ സംഭവത്തിന് ശേഷം പോറ്റി ഇപ്പോൾ ഇന്നലെയൊക്കെ കണ്ടപ്പോൾ അന്ന് ആദ്യം കാണുന്ന കഴിഞ്ഞൊരു 4 കിലോ കൂടിയിട്ടുണ്ട്. പോറ്റി നല്ല ഗ്ലേസിംഗ് ആണ്. പോറ്റി മുഖമൊക്കെ നല്ല രീതിയിലൊക്കെ വെച്ച് ചുവന്ന ചായയൊക്കെ അടിച്ച്. ഇതാരാണ് ഈ പോറ്റീനെ ഇത്രയും പ്രിപ്പയർ ചെയ്ത് വിടുന്നതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അത് പോറ്റി ഇപ്പോൾ പോറ്റിയിട്ടിരിക്കുന്ന ഷർട്ടും ഡ്രസ്സൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. പത്രക്കാർ പോറ്റിയിട്ട് തീരുമ്പോൾ പോറ്റി ചിരിക്കുക. പോറ്റി ചോദിക്കുക എന്താ സംഭവം എന്ന് ചോദിക്കുന്നത്. സാർ ഞാൻ ഇപ്പോഴും പറയാം, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിയമത്തിന് ഞാൻ വെല്ലുവിളിക്കുന്നതാവും. അല്ല, അതാ ഞാൻ പറഞ്ഞ, അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ പോകേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന മറുപടിയിൽ നിന്ന് മനസ്സിലാവും. കാര്യം എന്താന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറയുന്നത്, അവര് ഇല്ല ഇന്ന് വരണമെന്ന് പറഞ്ഞിട്ടില്ല. അവര് ചിലപ്പോൾ ഇനിയിപ്പോ നാളെ വരാൻ പറയും. ഇന്ന് വരാനായിട്ട് ഇതുവരെ എനിക്ക് നിർദ്ദേശം തന്നിട്ടില്ല. മാഡം ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ വീണ്ടും മറുചോദ്യം ചോദിച്ച് ഒരു ചോദ്യത്തിന് ഒരു മറുപടി.
ഇനി നാളെ ഉള്ളത് ഞാൻ ഇപ്പം ഇല്ല എന്ന് പറയുന്നു. അവരിപ്പോൾ 8 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 9 മണിക്ക് എന്നെ വിളിച്ച് പറയുന്നു നാളെ വരണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പറഞ്ഞ തെറ്റെന്നും പറഞ്ഞ് നിങ്ങൾ പറയും പോറ്റി മറച്ചു വെച്ചു എന്ന് പറയില്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ അല്ലേ എന്നെ കള്ളനാക്കാൻ ശ്രമിക്കുന്നത്? പിന്നെ അല്ല അങ്ങനെയല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരാൾ എപ്പോഴാണ് കള്ളനാകുന്നത്? അയാൾ മോഷ്ടിച്ചു എന്ന് ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാനിഫെസ്റ്റോ അനുസരിച്ച് തെളിയിക്കപ്പെടുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങൾ എന്താണ് ഇതിലൊരു സ്വർണ്ണ വിവാദം വന്നു. നിങ്ങൾ എൻ്റെ ജനനം, എൻ്റെ മരണം, എൻ്റെ കുടുംബത്തിൻ്റെ സ്വകാര്യത എല്ലാം നഷ്ടപ്പെടുത്താനും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു സത്യസന്ധമായിട്ട് നിങ്ങളൊരു മാധ്യമ പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് വീഴ്ചകൾ മാത്രം പറയൂ, ഞാൻ കറക്റ്റായിട്ട് മറുപടി വരാം. അതായത് എനിക്ക് തന്ന ലെറ്ററിൽ ചെമ്പ്, കമ്പനിക്ക് ഞാൻ കൊടുത്ത ലെറ്റർ അല്ല എനിക്ക് വീഴ്ച പറ്റിയെന്ന് എനിക്ക് അല്ല അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ പറയുന്നു ദേവസ്വം ബോർഡിനെ കരുതയ്ക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചു. ഞാൻ തന്നെ കൊടുത്ത 3.5 പവൻ മാത്രം കവറേജുള്ള ഒരു സാധനം ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ടെന്ന് ഒരു മെയിൽ അയച്ചതാണ് എൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച. അതേ സമയത്ത് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടൊരു കണക്ക് ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ടാവും, അവർ കോടതി ഹാജരാക്കുമായിരിക്കും. പക്ഷേ എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഒരു ഗോൾഡ് ക്ലാഡിങ് ചെയ്ത ഒരു സാധനം ചെമ്പെന്ന് പറഞ്ഞ് കൊണ്ടുപോയതിനാണ് ഞാൻ ഇന്ന് ഈ ദുരിതം അനുഭവിക്കുന്നത്. അതൊക്കെ അന്വേഷണത്തിൽ അതെനിക്കറിയില്ല. പോറ്റിക്ക് ഒരു കൂസലില്ല, ബാഗ് കുത്തി നോക്കി പോയിട്ടണക്ക. പോറ്റിക്ക് നല്ല ബാക്ക് സപ്പോർട്ട് ഉണ്ടല്ലേ? അതിന് വലിയ തർക്കമുണ്ടോ? വലിയ സപ്പോർട്ട്, ഉന്നതങ്ങളിലുള്ള വലിയ സപ്പോർട്ടുണ്ട്. ഇതിപ്പോൾ ഒരാഴ്ചയൊക്കെ വേണമെങ്കിൽ ഇത് ശരിയാണ് നടക്കുന്നുള്ളത് പോറ്റിയെ തൊടാൻ സാധ്യമല്ല. പുള്ളിയുടെ ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും പുള്ളിനെ സംരക്ഷിക്കാനായിട്ട് ആള് വരുന്ന ഒരു പ്രതീക്ഷയായിട്ടാണ് പുള്ളി. അതുകൊണ്ടാണല്ലോ അയാൾ അങ്ങനെ നിൽക്കുന്നത്. അയാളുടെ മുഖത്തൊരു വാട്ടോ അല്ലെങ്കിൽ ഒരു യാതൊരു തരത്തിലുള്ള സഞ്ചലിപ്പും പോറ്റിക്കില്ല. സകല പ്രകോപനങ്ങൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണ്ണക്കടത്ത് ഒളിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. മൂന്ന്, പോലീസിനോട് ശമ്പളം പാർട്ടി ഓഫീസിൽ നിന്നല്ല, ആ ഓർമ്മ വേണം. ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും. ഇതെത്ര കണ്ടിരിക്കുന്നു എന്നാണ് പോയിട്ട് പറഞ്ഞത്. ഞാൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്നുള്ള ഒരു സ്റ്റാൻഡിൽ അപ്പോൾ പോയിട്ട് നിൽക്കുന്നത്. പോറ്റിയുടെ പിന്നിൽ വലിയ ശക്തിയുണ്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് പോറ്റിയുടെ ബാക്കിയെല്ലാ സംരക്ഷണവും ഞങ്ങൾ നടത്തിക്കൊള്ളാം, നീ അവിടെ നിന്നാൽ ചവിടിയതാണ്. പക്ഷേ അത് ഈ ആഴ്ച തന്നെ പൊളിയും. കാരണം കോടതി ഇടപെട്ട് വലിയ ടീമുകളൊക്കെ അന്വേഷിക്കാൻ വന്നതുകൊണ്ട് അതെല്ലാം പൊളിയും. കുറേയെങ്കിലുമൊക്കെ പിടിക്കും. പക്ഷേ പോയ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ. വായിൽ കൊള്ളാത്ത സംസ്കൃത പദങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറത്തോട്ട് വരുന്ന കേട്ടപ്പോ സത്യത്തില് എനിക്കെന്റെ പ്രസവ സമയമാണ് ഓർമ്മ വന്നത്. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. നമുക്ക് കുറച്ച് ഭഗവത്ഗീത കേട്ടാലോ? അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം. വായിൽ കൊള്ളാത്ത സംസ്കൃത പദങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറത്തോട്ട് വരുന്ന കേട്ടപ്പോ സത്യത്തില് എനിക്കെന്റെ പ്രസവ സമയമാണ് ഓർമ്മ വന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ലോക പ്രശസ്തമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ പോയി നിന്നിട്ട് ദോ ആ തിരി കത്തുന്നിടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച അതേ ഭഗവാൻ കൃഷ്ണന്റെ ഭഗവത്ഗീത തന്നെയല്ലേ ഇപ്പൊ ഉദ്ധരിച്ചത്? ഇതിനെയാണോ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത്? നീയും കൊടുക്കും. ഈ പൂജാരിയും ബ്രഹ്മചാരിയാവണം. ഇതാണ് വസ്തുത. അവിടെ പൂജാരി ബ്രഹ്മചാരിയായിരിക്കും. അദ്ദേഹം കല്യാണം കഴിക്കാൻ പാടില്ല. നമ്മളെ ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചര്യം നമുക്കറിയാം. ഗൃഹസ്ഥാശ്രമത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. അതിന്റെ അപ്പുറം കടന്ന് വ്യഭിചാരത്തിലേക്ക് പോയിട്ടുള്ള